നമ്മൾ ക്ലാസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ചില കുട്ടികൾ ഓടി വന്നിട്ട് പറയും, മിസ്സേ ഞാനിന്ന് ബീച്ചിൽ പോയിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഊട്ടിയിൽ പോയി, അങ്ങനെ ചെറിയ ചെറിയ പ്ലേസ്. അപ്പം ഇങ്ങനെ പറയുന്ന സമയത്ത് ചില മക്കൾ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ മക്കൾ പോയ കുട്ടികൾ തന്നെ വീണ്ടും വീണ്ടും പറയും. അപ്പോൾ ചില കുട്ടികളുണ്ടാവും ഇതിൽ എന്ത് ചോദിച്ചാലും എവിടെയെങ്കിലും പോയി അറ്റ്ലീസ്റ്റ് ബീച്ചിൽ വരെ പോകാത്ത കുട്ടികളുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മക്കളെടുത്ത് ചോദിക്കുന്ന സമയത്ത് പക്ഷെ അവർക്ക് അറിയില്ല. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ബസ്സിന് പോയി വരാൻ പറ്റുന്ന ഏരിയയിൽ എവിടെയെങ്കിലും നമ്മളെ ചുറ്റുള്ള എവിടെയെങ്കിലും ചെറിയതായിട്ട് കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പ്ലേസ് ഉണ്ട്. അപ്പോൾ ഈ കുട്ടികളെന്താ വിചാരിക്കുക, എൻ്റെ ഉപ്പൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഉമ്മൻ്റെ അടുത്ത് ക്യാഷ് ഇല്ലാഞ്ഞിട്ടാന്ന് കുട്ടികളെ മനസ്സിലേക്ക് വരില്ല. അവർ ചിന്തിക്കുക എന്താ, എന്നെ കൊണ്ടുപോകുന്നില്ല, എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും എന്നെ കൊണ്ടുപോകാത്തത്? അവൻ്റെ ഉമ്മച്ചിക്ക് എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ എൻ്റെ ഉപ്പച്ചിക്ക് എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? സംഭവത്തിൽ വീട്ടുകാർ പറയൂല, മോളെ നമുക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. പക്ഷെ അത് പറയുമ്പോൾ പാരൻസിനും ഒരു ചമ്മലാണ്. കാരണം അത് പറയാനിപ്പോൾ മക്കളെടുത്ത് കുഞ്ഞു കുട്ടികളല്ലേ, അവരോട് പറയാൻ പറ്റുമോ? ഒന്നെങ്കിൽ പാരൻസ് അവിടുത്തെ സിറ്റുവേഷൻ പറയുക, മോനെ അല്ലെ മോളെ നമുക്ക് പറ്റാഞ്ഞിട്ടാട്ടോ, നമുക്ക് ഇനിയും കടങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇനിയും ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വൈകുന്നേരം ഒരു ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ അവരുടെ ലോകത്ത് ആ ചായ കുടിക്കുന്ന ആ ഒരു വൈകുന്നേരത്തെ സമയം അതവർക്ക് നമ്മൾ ഊട്ടിയിലോ അല്ലെങ്കിൽ താജ്മഹൽ കാണിക്കാൻ പോകുന്നതിനേക്കാളും വലിയ സന്തോഷം അവർക്ക് കൊടുക്കും. അപ്പോൾ ഈ കുട്ടികൾ വന്നിട്ട് ഞാൻ ബീച്ചിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ ഈ മക്കൾക്കും തോന്നും, എന്നെയും കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ മക്കളെ, നമുക്ക് എല്ലാവർക്കും ഇല്ലായ്മകളുണ്ട്, എല്ലാവരും സമ്പന്നന്മാരല്ല, അല്ലെങ്കിൽ എല്ലാവരും ഒരുപാടുണ്ടായിട്ടല്ല ഈ പോകുന്നത്. മക്കളുടെ സന്തോഷം അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മളെ കുടുംബത്തെ ഒന്ന് ഒരുമിച്ചിട്ട് നമുക്കൊന്ന് പുറത്തു പോവുക, ജസ്റ്റ് ഒന്ന് ഒരു റിഫ്രഷ്മെൻറ്റ് നമ്മളെ മൈൻഡിനാവട്ടെ, വീട്ടിലെന്നും അടച്ചിട്ടിട്ടുള്ള പെണ്ണുങ്ങളാവട്ടെ, ഇപ്പോൾ ഇവർക്കൊക്കെ മൊത്തത്തിലൊരു മനസ്സിനൊരു സന്തോഷം, അത് മാത്രം. അതിനൊരുപാട് ദൂരത്തെ യാത്രകളോ അല്ലെങ്കിൽ ഒരുപാട് ക്യാഷ് മുടക്കിയിട്ടുള്ള യാത്രകളോ അതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മളെ വീട്ടിൽ നിന്ന് നടന്നിട്ട് പോകാൻ പറ്റിയ പ്ലേസ്, ഒന്നുമില്ലെങ്കിൽ ഒരു നദിക്കരയിലോ എവിടെയെങ്കിലുമൊക്കെ പോയി അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്ത് ഒന്ന് വെറുതെ അവരോടൊപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വരിക, അത് അവരുടെ ജീവിതത്തിൽ എന്നും കളറായിരിക്കും.